പ്രേം നസീറിനെ കാണാനില്ല. അതും ഞങ്ങളാകെ പ്രശ്നത്തിലായി. പിറ്റേ ദിവസം പരിപാടി നടക്കുമ്പോൾ അടി ഉറപ്പാണ്. അതല്ല, എനിക്കൊന്ന് കാണണം നിങ്ങളെ. ചെന്നപ്പോൾ തന്നെ പുള്ളി ഇറങ്ങി വന്നപ്പോൾ 4 പേരുണ്ട് പുള്ളിയുടെ കൂടെ. 7 പേര് ഞങ്ങൾ ആ ഒരു കാറിൽ കയറി. 7 പേര് ആ കാറിൽ കയറുമ്പോൾ പുള്ളി ഏറ്റവും ലാസ്റ്റാണ് ബാക്ക് സീറ്റിൽ കയറുന്നത്. ഒരാളുടെ മടിയിലിരുന്നാണ് 13 കിലോമീറ്റർ ഞങ്ങളുടെ നാട്ടിലേക്ക് പ്രേം നസീർ എന്ന് പറയുന്ന ആ വ്യക്തി പോകുന്നത്. നമസ്കാരം. ഡി ഫോർമാറ്റ് ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിനെ കുറിച്ചുള്ള പ്രേം നസീർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പ്രേം നസീർ സ്മരണയിൽ പ്രേം നസീർ സാറിൻ്റെ 37ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പ്രേം സ്മൃതി 2026 ഈ പ്രോഗ്രാമിൻ്റെ അമരക്കാരനും സിനിമാ പ്രവർത്തകനുമായ ശ്രീ മമ്മി സെഞ്ചുറിയാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത അത്രത്തോളം നല്ല കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ, 100 കണക്കിന് ചിത്രങ്ങൾ അഭിനയിച്ച ശ്രീലത നമ്പൂതിരി ചേച്ചി, അതുപോലെ തന്നെ മുതിർന്ന സിനിമാ താരം ശാന്തകുമാരി ചേച്ചി, അതുപോലെ തെസ്നി ഖാൻ, കൊച്ചിൻ മൻസൂർ, KV മുരളീധരൻ, ഈ പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളെ, ഈ പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ സുഹൃത്തുക്കളെ, നമ്മൾ പ്രേം നസീറിനെ കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഡെയിലി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞാലും, ഏത് സോഷ്യൽ മീഡിയ പറഞ്ഞാലും, ഇന്ന് വരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കുറ്റവും പറയാത്ത ഏക വ്യക്തിത്വം തന്നെയാണ് സിനിമാ താരമായിരുന്ന പ്രേം നസീർ. അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാൻ ആർക്കും സാധിക്കില്ല. എന്നുവെച്ചാൽ കുറ്റം ചെയ്തിട്ടില്ല പുള്ളി. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത നമ്മുടെ ശ്രീലത ചേച്ചിയൊക്കെ 100 കണക്കിന്. ഞാൻ 1970കളിലാണ് സ്ഥിരമായി സിനിമ ചെയ്യാനല്ല, 10 വയസ്സുള്ളൂ. അന്ന് മുതലാണ് എല്ലാ സിനിമയും, ഒരു സിനിമയും വിടില്ല. അന്നേ മനസ്സിലുള്ള ആഗ്രഹം സിനിമയിലെത്തുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ 1970 മുതൽ ഏതാണ്ട് 77 വരെ കണ്ട സിനിമകളിൽ 90% സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് ശ്രീലത ചേച്ചി. നമുക്കറിയാം, പ്രേം നസീർ, അടൂർബാസി, KP ഉമ്മർ, ബഹദൂർ, ആ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും മിക്കവാറും അടൂർബാസിയുടെ ഒരു പേരായിട്ട് അന്ന് അഭിനയിക്കുന്നത് ശ്രീലത ചേച്ചിയാണ്. അപ്പോൾ പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞത്, തിരുവനന്തപുരത്താണ് ചേച്ചി താമസിക്കുന്നത്. പ്രേം നസീറിൻ്റെ പരിപാടിയാണെങ്കിൽ ഞാൻ എത്തിയിരിക്കും, യാതൊരു സംശയവുമില്ല അതിൽ. എന്താ വെച്ചാൽ അന്നത്തെ അവരുമായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അങ്ങനെ എല്ലാവരും തന്നെ മഹാനെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സന്മനസ്സുള്ള ആൾ, അല്ലെങ്കിൽ ഒരു ദാനശീലൻ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന പൈസകൾ വലതു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇടത് കൈ അറിയാതിരുന്ന ഒരു മഹാമനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്നില്ല, കാരണം ഇവിടെ പ്രേം നസീറിനെ കുറിച്ച് പറയാൻ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ ശ്രീമൂലനഗരം മോഹൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. സത്യത്തിൽ ഞാനിപ്പോഴാണ് കണ്ടത് പുള്ളിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ പ്രേം നസീറിൻ്റെ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു അനുഭവം മാത്രം ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ 19 വയസ്സിൽ 19 വയസ്സുള്ളൂ, ഞങ്ങൾ
എൻ്റെ വീട് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ മുടിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലബ്ബ് തുടങ്ങി, ഈഗിൾ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. അവിടെയുള്ള കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ആരംഭിച്ച ഒരു ക്ലബ്ബാണത്. അപ്പോൾ ഈ ക്ലബ്ബ് ആദ്യമായി നടത്തി, അന്നൊന്നും ഈ ടൂർണമെൻറ്റുകൾക്കൊന്നും ഇത്ര പ്രചാരം വന്നിട്ടില്ല. ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഞങ്ങൾ വച്ചത്. ഫുട്ബോൾ ടൂർണമെൻ്റ് ഒരു വൻ വിജയമായിരുന്നു. അക്കാലത്ത് നടക്കാത്തത് നടക്കുമ്പോൾ അന്നൊക്കെ ചെറിയൊരു ഗാനമേള നടന്നാൽ പോലും ആയിരക്കണക്കിന് ആൾ കൂടും. ഇന്ന് വലിയ ഗാനമേള നടന്നാൽ പോലും അങ്ങനെ ആൾ കൂടുന്നില്ല. ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നത് ഈ ചെങ്ങമ്പുഴ പാർക്കിലാണ് ഗാനമേളയൊക്കെ നടക്കുമ്പോൾ. സാധാരണ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ആളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഫുട്ബോൾ ടൂർണമെൻറ്റ് വൻ വിജയമായപ്പോൾ ഞങ്ങളൊരു അടുത്ത പ്രോഗ്രാം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പെരുമ്പാവൂർ ഖദീജ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ബ്രദർ സലീം രാജ് കുറേ നാൾ മദ്രാസിലായിരുന്നു, ഈ ചേച്ചിയുടെ കൂടെ താമസം. അപ്പോൾ ഈ സലീം രാജിന് പ്രേം നസീറിൻ്റെ വീടറിയാം. പ്രേം നസീർ അന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു പബ്ലിസിറ്റി വന്ന സമയമാണ്. ഞങ്ങൾ തീരുമാനിച്ചു പ്രേം നസീറിനൊരു കൊണ്ടുവന്നൊരു വലിയ സ്വീകരണവും. അന്ന് ഞങ്ങളുടെ അറിവില്ലായ്മ എന്നുവെച്ചാൽ ഞങ്ങൾ 18, 19 വയസ്സുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടിയിട്ട് ആലോചിക്കുന്നത് ഏറ്റവും മുകളിലാണ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ മലയാള സിനിമക്കന്ന്, അത് പ്രേം നസീറാണ്. അദ്ദേഹം താമസിക്കുന്നത് മദ്രാസിലാണ്. ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ 4 പേര് കൂടി ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല, ചാടി വണ്ടി കയറി ഒരു ടിക്കറ്റ് കൊടുത്ത് എവിടെയൊക്കെ ഇരുന്ന് മദ്രാസിലെത്തി. മദ്രാസിൽ ചെന്ന് ഞങ്ങളൊരു ലോഡ്ജ് എടുത്ത് താമസിച്ചു. അപ്പോൾ ഈ സലീം രാജ് പറഞ്ഞുള്ള ഒരു അനുഭവം, ഒരു അറിവ് ഉണ്ട്. അദ്ദേഹം മദ്രാസിലാണ് ഷൂട്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ വരും. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ വീടിൻ്റെ ഗേറ്റിൽ ചെന്ന് എത്തി നോക്കിയപ്പോൾ അദ്ദേഹം പോലീസ് ഡ്രസ്സിൽ ആ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് വെറുതെ ഇരിക്കുകയാണ് പുള്ളി. അപ്പോൾ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വീണ്ടും എത്തി നോക്കിയപ്പോൾ അദ്ദേഹം ഞങ്ങളെ കണ്ടു. ഞങ്ങളെ കൈ കാണിച്ച് വിളിച്ചു. ഞങ്ങൾ കയറി ചെന്നു. ഞങ്ങൾ 3-4 പേരുണ്ട്. ചെന്നപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾ മലയാളികളാണ്. അപ്പോൾ കേരളത്തിൽ നിന്നാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ. എന്ന് ഞങ്ങളെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി സോഫയിൽ ഇരുത്തിയിട്ട് അപ്പോൾ തന്നെ ചായയും ബിസ്ക്കറ്റൊക്കെ അപ്പോൾ തന്നെ വന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് എന്താ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കാടെ ഒരു ഫാൻസാണ്, സാറിൻ്റെ ഒരു ഫാൻസാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി വയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 കൊച്ചു പിള്ളേർ. പുള്ളി പറഞ്ഞു അതിനെന്താ നമുക്ക് വയ്ക്കാമല്ലോ, എന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഡേറ്റൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഡേറ്റ് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതിനെന്താ ഞാൻ വരാം, ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചു. ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ മാതിരി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പുള്ളി പറഞ്ഞു AVMൽ ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ വന്നാൽ ഷൂട്ടിങ്ങൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ AVM സ്റ്റുഡിയോ ഒന്നും കണ്ടിട്ട് പോലുമില്ല. ഞങ്ങൾ ചെന്നു, പുള്ളിയുടെ പേര് പറഞ്ഞ് അകത്ത് കയറി. കാറ് വിളിച്ചിട്ടേ ടാക്സി വിളിച്ചിട്ടേ വരാവുള്ളൂ, അവിടെ കാറ് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ മധു, ജോസ് പ്രകാശ്, KP ഉമ്മർ, രവികുമാർ, പ്രേം നസീർ തുടങ്ങി ഒരു പറ്റം ആളുകൾ. കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ജോഷിയുടെ പടമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പുള്ളി ദൂരേന്ന് ഞങ്ങളെ കണ്ടു. പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ ഈ നടന്മാരൊക്കെ എണീറ്റു. എന്താണെന്നൊരു പിടി കിട്ടിയില്ലല്ലോ. ഇനി പുതിയ വല്ല പ്രൊഡ്യൂസർമാരാണോ, അവരൊക്കെ എണീറ്റും. ഞങ്ങൾക്ക് 4 കസേര വന്നു, ഞങ്ങളും ഇരുന്നു. പുള്ളി എല്ലാവരെയും പരിചയപ്പെടുത്തി. ഷൂട്ടിങ്ങൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്ന് പരിപാടി അനൗൺസ് ചെയ്തു. പ്രേം നസീറിന് സ്വീകരണവും വലിയ ഗാനമേളയൊക്കെയാണ് അനൗൺസ് ചെയ്തു. പ്രോഗ്രാമിൻ്റെ തലേ ദിവസം ഒരു ഫോൺ വന്നു. അന്ന് എൻ്റെ വീട്ടിൽ ഫോണുണ്ട്. അപ്പോൾ ഫോൺ വന്നു, പുള്ളിയാണ് വിളിച്ചത്. പുള്ളി പറഞ്ഞു പ്രേം നസീറിനെ കാണാനില്ല. അതും ആ കഥയോട് യോജിപ്പുള്ളൊരു സംഭവമാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് എടുക്കുകയാണ്, എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഞങ്ങളാകെ പ്രശ്നത്തിലായി. പിറ്റേ ദിവസം പരിപാടി നടക്കുമ്പോൾ അടി ഉറപ്പാണ്, പ്രശ്നമുണ്ടാവും. അപ്പം ഞങ്ങൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ ആരും ഒരു ബഹളം ഉണ്ടാക്കിയില്ല. എന്താണെന്നൊരു ഐഡിയ, ഇന്നും ഐഡിയ ഇല്ലാത്ത കേസ്. എല്ലാവരും കളിയാക്കണ്ട്. ഇവർ പ്രേം നസീറൊന്നും കണ്ടിട്ടില്ല, അവർ മദ്രാസിൽ തന്നെ പോയി എന്ന് പറഞ്ഞാൽ വെറുതെ പറയണതാണ് എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ഞങ്ങൾ കളിയാക്കി.
ഞങ്ങൾ വിഷമിച്ചു. ഞങ്ങൾ പിന്നെന്താ ചെയ്യണേ, ആൾ വന്നില്ലല്ലോ. ഞങ്ങളത് പതുക്കെ മറക്കാനുള്ള ഇതിൽ വന്നപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ഫോൺ. എൻ്റെ മദറാണ് പോയി എടുത്തത്. മദറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മമ്മീന്ന് തന്നെ എൻ്റെ അന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പുള്ളി വന്നെന്നെ വിളിച്ചു. ഒരു നസീർ വിളിക്കേണ്ട പുള്ളി മനസ്സിലായില്ല, ഉമ്മക്ക് മനസ്സിലായില്ല. ഞാൻ ഇന്ന് ഫോൺ എടുത്തപ്പോൾ പ്രേം നസീറാണ്. പുള്ളി പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട്, ഇൻ്റർനാഷണൽ ഹോട്ടലിലുണ്ട്, ഒന്ന് വരണം, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞു, അന്ന് എല്ലാം നല്ല ശുഭമായിട്ട് തന്നെ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അതല്ല എനിക്കൊന്ന് കാണണം നിങ്ങളെ. അങ്ങനെ ഞാൻ ഞങ്ങൾ ഈ 4 പേരും തന്നെ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ ചെന്നപ്പോൾ ഞാൻ സമയം പറഞ്ഞിട്ടേ പുള്ളി ഒരു പച്ച ജുബ്ബയും പച്ച തുണിയൊക്കെ, പ്രേംനസീറിൻ്റെ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, രാത്രി ഉറങ്ങാൻ നേരത്തിടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, നൈറ്റ് ഡ്രസ്സ്, അതാണ് ഇട്ടേക്കണേ. പുള്ളി ഇങ്ങനെ ഇരിക്കുക. ചെന്നപ്പോൾ തന്നെ വളരെ സ്വീകരിച്ച് ഞങ്ങളെ കയറ്റിയിരുത്തി. ഞങ്ങൾക്ക് വീണ്ടും ചായയൊക്കെ ചായയൊക്കെ വാങ്ങി തന്നിട്ട് പറഞ്ഞ് ഞാൻ 10 ദിവസം ഇവിടെ ഉണ്ട്, ഒരു ഷൂട്ടായിട്ട് വന്നേക്കണതാണ്, 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയൊരു പരിപാടി ഞങ്ങൾ വഹിക്കണില്ല, ഞങ്ങളത് ക്ലോസ് ചെയ്താണ്. പറ്റില്ല. ഞാൻ ചെറുപ്പത്തിലെ ഇതുപോലുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ക്ലബ്ബൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന ഒരു വിഷമം എനിക്കറിയാം. ഒരു സെലിബ്രിറ്റി വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നുള്ള വിഷമം അറിയാം. ഡേറ്റ് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഡേറ്റ് പറഞ്ഞു. അങ്ങനെ ആലുവ പാലസിൽ പുള്ളി ഉണ്ടാവും, അവിടെ കാറായിട്ട് ചെന്നായി എന്ന് പറഞ്ഞു. അന്ന് കാറൊക്കെ എല്ലാവർക്കും കാറില്ല, ഞങ്ങളുടെ നാട്ടിൽ തന്നെ വളരെ കുറച്ച് കാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാറ് സംഘടിപ്പിച്ച്, നല്ല കാറൊക്കെയാണ്, അതൊക്കെ വെച്ചായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാനും ഈ സലീം രാജും ഫ്രണ്ടിലിരുന്നു, ഈ കാറിൻ്റെ ഓണർ ബാക്കിലിരുന്നു. അങ്ങനെ പുള്ളി മാത്രമല്ല കയറുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കാറിൽ പുള്ളി ഇറങ്ങി വന്നപ്പോൾ 4 പേരുണ്ട് പുള്ളിയുടെ കൂടെ, പുള്ളി ഉൾപ്പെടെ 4 പേര്. അപ്പോൾ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കാറിൽ ഞങ്ങൾ 3 പേരുണ്ട്, അപ്പോൾ ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ പുറകെ വന്നോളാമെന്നും പറഞ്ഞ് ഞങ്ങൾ 2 പേരും മാറാൻ നോക്കി, അതൊന്നും വേണ്ട ഇതിൽ കയറിയാൽ മതി എന്നും പറഞ്ഞ് 7 പേര് ഞങ്ങൾ ആ ഒരു കാറിൽ കയറി. 7 പേര് ആ കാറിൽ കയറുമ്പോൾ പുള്ളി ഏറ്റവും ലാസ്റ്റാണ് ബാക്ക് സീറ്റിൽ കയറുന്നത്. ഒരാളുടെ മടിയിലിരുന്നാണ് 13 കിലോമീറ്റർ ഞങ്ങളുടെ നാട്ടിലേക്ക് പ്രേംനസീർ എന്ന് പറയുന്ന ആ വ്യക്തി പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ ഒരു നടിയെ കൊണ്ടുവരണമെങ്കിലുള്ള പാട്. നല്ല കാറല്ലെങ്കിൽ, അവർക്ക് പറ്റിയ വണ്ടിയല്ലെങ്കിൽ കയറില്ലാത്ത കാലഘട്ടം നമുക്കറിയാം. അന്ന് ആ മടിയിലിരുന്ന് വന്നു. പക്ഷെ ഞങ്ങൾ അവിടെ അനൗൺസ് ചെയ്തതനുസരിച്ച് ആൾ കൂടിയില്ല, വളരെ തുച്ഛമായ ആളുകളെ അവിടെ വന്നുള്ളൂ. അവിടെ വന്ന് ആ തുച്ഛമായ ജനത്തിൻ്റെ മുമ്പിൽ അരമണിക്കൂർ പുള്ളി പ്രസംഗിച്ചിട്ട് പുള്ളി പോവാൻ നേരത്ത് ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇനിയും പ്രോഗ്രാമുകൾ വഹിക്കണം, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അപ്പം ആ ഞങ്ങളുടെ 4 പിള്ളേരുടെ വിഷമം പുള്ളിക്ക് എത്രത്തോളം ഫീൽ ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ, ഒരു സെലിബ്രിറ്റിയുടെ മനസ്സ് ആലോചിക്കുമ്പോൾ ഈ ലോകത്തെ ആളുകളോട് എത്ര ബഹുമാനമായിട്ടായിരിക്കും, എത്ര സ്നേഹമായിട്ടായിരിക്കും അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഞാൻ സത്യത്തിൽ പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ഇത് ഇവിടെ നടത്താൻ തന്നെ കാരണം, അതുപോലെ ഇതിൻ്റെ നേതൃത്വത്തിൽ വരാൻ തന്നെ കാരണം അദ്ദേഹത്തിന് എനിക്ക് ശരിക്കും വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ശ്രീല ചേച്ചിയൊക്കെ പറയും, ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ അറിയാത്ത രീതിയിൽ ഒരുപാട് കുട്ടികളെ പണം മുടക്കി പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് സഹപ്രവർത്തകർക്ക് മദ്രാസിൽ ഒരു ആപത്ത് വരുമ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള, അതുപോലെ അവിടെ മരണപ്പെട്ടാൽ കേരളത്തിലേക്ക് വണ്ടി വിളിച്ച് വീട്ടിലെത്തിച്ചു കൊണ്ടിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരെ എത്തിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു പ്രേം നസീർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ 37ാമത് ചരമവാർഷികം ഇവിടെ നടത്തുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന്, അതിൻ്റെ തിരി തെളിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുതിർന്ന താരം ശ്രീലത ചേച്ചിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.